അസിസ്റ്റന്റ് പ്രസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന ടോപ്പിക്കിലെ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ക്ലാസ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് മനുഷ്യാവകാശം അഥവാ മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും നൽകുന്ന വ്യവസ്ഥകളെയാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും നൽകുന്ന വ്യവസ്ഥകളെയാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയും. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താണ്? മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ് നോക്കാം. ആധുനിക മനുഷ്യാവകാശത്തിന് തുടക്കം എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഇത് പ്രീവിയസ് ആയിട്ട് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? മാഗ്ന കാർട്ടയാണ്. 1215 മാഗ്ന കാർട്ട രചിച്ചത്. അപ്പൊ പഠിച്ചു വെക്കണം. എന്താണ് ആധുനിക മനുഷ്യാവകാശത്തിന് തുടക്കം എന്നറിയപ്പെടുന്നത്? എന്താണ്? മാഗ്ന കാർട്ടയാണ്. 1215 രചിച്ചത് മാഗ്ന കാർട്ട. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് എന്താണ്? മാഗ്ന കാർട്ടയാണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ എന്താണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക കേട്ടോ. അപ്പൊ എന്താണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം അഥവാ ട്രാൻസ്ലേഷൻ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. അപ്പൊ ഒന്നുകൂടെ പറയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖയാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം കേട്ടോ. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10 കേട്ടോ. അപ്പൊ എന്താണ് ആ പ്രഖ്യാപനം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ കേട്ടിരിക്കുക. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഇതായിരുന്നു. അതായത് എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു, അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് എന്നതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഒന്നുകൂടെ പറയാം. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്തായിരുന്നു? എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു, അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരാവുന്നു എന്നതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പോൾ UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖ ഏതാണ്? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. 1948 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. 1948 ഡിസംബർ 10. അതുകൊണ്ട് ഡിസംബർ 10 അതുകൊണ്ട് തന്നെ സാർവദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10 കേട്ടോ. അപ്പൊ സാർവദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. ഡിസംബർ 10. അടുത്ത പോയിന്റ് നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ് കേട്ടോ. നമ്മുടെ സിലബസിലും ഇതാണ് കിടക്കുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇതിന്റെ പേരൊന്ന് നോട്ട് ചെയ്തോണം. മനുഷ്യാവകാശ നിയമം എന്നല്ല, മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാണ്. അപ്പൊ ചിലര് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം,
മനുഷ്യാവകാശത്തെ പറ്റിയുള്ള നിയമത്തിന്റെ പൂർണ്ണ രൂപം എന്താണെന്നൊക്കെ പരീക്ഷിക്കുകയും ചിലപ്പം ദേശീയ മനുഷ്യാവകാശ നിയമമൊന്നും മനുഷ്യാവകാശ നിയമമൊന്നും ഒക്കെ കൊടുത്തേക്കാം. പക്ഷെ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേരെന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 അഥവാ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 പഠിച്ചു വെക്കണം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. അപ്പൊ എന്താണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ പോയിന്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമമാണ്. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്തിനാണ് രൂപം കൊണ്ടത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം. 1993 സെപ്റ്റംബർ 28 പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി എന്നാണ് 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മനുഷ്യാവകാശ സംരക്ഷണ നിയമം നമ്മുടെ രാജ്യം മുഴുവൻ ബാധകമാണ് കേട്ടോ. അതുകൂടെ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാജ്യം മുഴുവൻ ബാധകമാണ്. അതുപോലെ തന്നെ 1993 മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ 2 വട്ടം ഇത് ഭേദഗതി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ നിയമം മനുഷ്യാവകാശ സംരക്ഷണ നിയമം 2 വട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഒന്ന് 2006 2019 ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം ഒന്ന് പഠിച്ചു വെക്കണം. നിലവിലെ അധ്യായങ്ങൾ 8 അധ്യായങ്ങളും അതുപോലെ തന്നെ 45 വകുപ്പുകളുമാണ് കേട്ടോ. 8 അധ്യായങ്ങളും 45 വകുപ്പുകളുമാണ് നിലവിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ഉള്ളത് കേട്ടോ. 8 അധ്യായങ്ങളും 45 വകുപ്പുകളുമാണ്. ഇനി നമുക്ക് അധ്യായങ്ങൾ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അധ്യായങ്ങൾ നോക്കാം. അധ്യായം 1 എന്ന് പറഞ്ഞാൽ പ്രാരംഭികമാണ് അഥവാ ഇൻട്രൊഡക്ഷൻ ആണ്. അതുപോലെ തന്നെ അധ്യായം 2 എന്ന് പറഞ്ഞാൽ ദേശീയ മനുഷ്യാവകാശനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ അധ്യായം 3 കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും. അധ്യായം 4 നടപടിക്രമം. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അധ്യായം 6 എന്താണ്? മനുഷ്യാവകാശ കോടതികൾ. അധ്യായം 7 ഫിനാൻസ് അക്കൗണ്ട്സ് ഓഡിറ്റ് കേട്ടോ. അതുപോലെ തന്നെ അധ്യായം 8 മിസലേനിയസ് ആണ് വരുന്നത്, മറ്റുള്ളവ എന്നാണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. അധ്യായങ്ങൾ 1 അധ്യായം 1 പ്രാരംഭികം. അതുപോലെ തന്നെ അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അധ്യായം 3 കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും. അധ്യായം 4 നടപടിക്രമം. അതുപോലെ തന്നെ അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അധ്യായം 6 മനുഷ്യാവകാശ കോടതികൾ. അധ്യായം 7 ഫിനാൻസ് അക്കൗണ്ട്സ് ഓഡിറ്റുകൾ. അധ്യായം 8 മിസലേനിയസ് അഥവാ മറ്റു വിവരങ്ങൾ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സെക്ഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സെക്ഷൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ വകുപ്പ് 2 കുറിച്ചാണ് പഠിക്കുന്നത്. ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 നിർവചനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഡെഫിനിഷൻസ്. ആ ഡെഫിനിഷൻസ് അഥവാ നിർവചനങ്ങൾ ഉൾക്കൊള്ളുന്നത് വകുപ്പ് 2 കേട്ടോ. വകുപ്പ് 2 അപ്പൊ പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് വകുപ്പ് 2 എന്നുള്ള ചോദ്യങ്ങൾ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ നിർവചനങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 2. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ നിർവചനങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 2. ഇനി വകുപ്പ് 2 ഓരോ സബ് വകുപ്പുകളുണ്ട്. അതായത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഇവയുടെയൊക്കെ നിർവചനങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പ് ഉപസെക്ഷൻസ് ഉണ്ട് വകുപ്പ് 2 തന്നെ. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്, ചോദിച്ചിട്ടുള്ളതുമാണ് പ്രീവിയസ് ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ അത് പഠിച്ചു വെക്കണം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വകുപ്പ് 2(1)(b) ആണ്. വകുപ്പ് 2(1)(b) എന്ന് പറയുന്നത് ചെയർപേഴ്സന്റെ നിർവചനമാണ് കേട്ടോ. ചെയർപേഴ്സൺ എന്നാൽ കമ്മീഷന്റെയോ സംസ്ഥാന കമ്മീഷന്റെയോ ചെയർപേഴ്സൺ എന്നർത്ഥമാകുന്നു കേട്ടോ. അപ്പൊ വകുപ്പ് 2(1)(b) എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയർപേഴ്സന്റെ നിർവചനമാണ് വകുപ്പ് 2(1)(b). വളരെ ഇമ്പോർട്ടന്റ് ആണ്. വകുപ്പ് 2(1)(b) എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സന്റെ നിർവചനമാണ്. വകുപ്പ് 1(2)(b) പ്രകാരം ചെയർപേഴ്സൺ എന്നാൽ
കമ്മീഷന്റെയോ സംസ്ഥാന കമ്മീഷന്റെയോ ചെയർപേഴ്സൺ എന്ന അർത്ഥമാകുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, വകുപ്പ് 2(1)(b) എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സൺ എന്നാൽ കമ്മീഷന്റെയോ സംസ്ഥാന കമ്മീഷന്റെയോ ചെയർപേഴ്സൺ എന്നാകുന്നു കേട്ടോ. കമ്മീഷൻ ആദ്യത്തെ കമ്മീഷൻ എന്ന് ഉദ്ദേശിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയോ അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയോ ചെയർപേഴ്സൺ എന്ന് അർത്ഥമാക്കുന്ന സെക്ഷൻ ഏതാണ്? വകുപ്പ് 2(1)(b). വകുപ്പ് 2(1)(b). ക്ലിയർ ആണ്. അടുത്ത് നമുക്ക് നോക്കാം. വകുപ്പ് 2(1)(c) എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ആണ് കേട്ടോ. കമ്മീഷൻ നോക്കാം നമുക്ക്. കമ്മീഷൻ എന്നാൽ 3-ാം വകുപ്പിൽ കീഴിൽ രൂപീകരിക്കപ്പെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ വകുപ്പ് 2(1)(c), ആ സിയെ നമുക്ക് എന്താണ്? സി എന്ന് പറയുമ്പോൾ എന്താണ്? കമ്മീഷൻ എന്നല്ലേ സി എന്ന് ഉദ്ദേശിക്കുന്നത്? ആ സിയെ നമ്മൾ കമ്മീഷൻ ആക്കണേ. വകുപ്പ് 2(1)(c). വകുപ്പ് 2(1)(c) എന്ന് പറഞ്ഞാൽ കമ്മീഷൻ. സി ഫോർ കമ്മീഷൻ. വകുപ്പ് 2(1)(c) കമ്മീഷൻ എന്നാൽ 3-ാം വകുപ്പിന് കീഴിൽ രൂപീകരിക്കപ്പെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നർത്ഥമാക്കുന്നു. ഇവിടുത്തെ കമ്മീഷനെ അതുപോലെ തന്നെ ഇവിടുത്തെ കമ്മീഷനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, വകുപ്പ് 2(1)(c) എന്ന് പറഞ്ഞാൽ സി ഫോർ കമ്മീഷൻ. വകുപ്പ് 2(1)(c) എന്ന് പറഞ്ഞാൽ കമ്മീഷൻ എന്നാൽ 3-ാം വകുപ്പിന് കീഴിൽ രൂപീകരിക്കപ്പെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നർത്ഥമാക്കുന്നു. അപ്പൊ കമ്മീഷനെ അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിർവചിക്കുന്ന സെക്ഷനാണ് വകുപ്പ് 2(1)(c) എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ അസിസ്റ്റന്റ് പ്രിസർവ് ഓഫീസറിന്റെ പരീക്ഷയുടെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ഫെബ്രുവരി 15 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫെബ്രുവരി 15 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അസിസ്റ്റന്റ് പ്രിസർവ് ഓഫീസറിന്റെ ക്രാഷ് കോഴ്സ്. അതിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്സ്, സ്പെഷ്യൽ ടോപ്പിക്സ്, കറണ്ട് അഫയേഴ്സ് എന്നിവയാണ് മുൻഗണന കൊടുക്കുന്ന ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ PDF നോട്ട്സ്, SCRT ബേസ്ഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ PYQ ഡിസ്കഷൻസ്, എക്സാം ഓറിയന്റഡ് ക്ലാസ്സസ് കേട്ടോ. നമുക്കറിയാം ഹോട്ട് ടോപ്പിക്സിൽ തന്നെ നിരവധി സബ്ജക്റ്റുകളുണ്ട്. അതായത് സയൻസ് പാർട്ടുകളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഹിസ്റ്ററി പാർട്ടുണ്ട് തുടങ്ങിയ ഹോട്ട് ടോപ്പിക്സിൽ വരേണ്ടതായിട്ടുള്ള എല്ലാ GK പാർട്ട് ചോദ്യങ്ങളും GK പാർട്ട് ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഞാൻ മാത്രമല്ല ക്ലാസ് എടുക്കുന്നത്, മറ്റൊരു 2-3 അധ്യാപകരുടെ നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ്. അപ്പോൾ റെക്കോർഡ് സെക്ഷനായിട്ട് ഈ ഒരു ക്ലാസ്സസ് കാണാൻ സാധിക്കുന്നതാണ്. ടെലഗ്രാമിലാണ് ക്ലാസ്സസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സും കറണ്ട് അഫയേഴ്സും ഞാനായിരിക്കും എടുക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സും കറണ്ട് അഫയേഴ്സും നിങ്ങൾ കംപ്ലീറ്റ് മാർക്ക് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഇനി ഏകദേശം 2 മാസം കൂടെ ഉള്ളൂ. ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളൊരു റിവിഷൻ എന്ന രീതിയിൽ ഈ ഒരു കോഴ്സ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മൾ എടുക്കുന്നത് റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഓരോ ടോപ്പിക്കിലും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം GK പാർട്ടിലെ പല ചോദ്യങ്ങളും SCRT ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ SCRT ഫോക്കസ് ചെയ്തുള്ള ക്ലാസ് കൂടിയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിപ്പം ഹിസ്റ്ററി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ SCRT ബേസ് ചെയ്തുള്ളതാണ് GK പാർട്ട് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സസ് ആയിട്ട് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ഞാനാണ് എടുക്കുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് സിലബസും ഈ ഒരു ദിവസത്തിനകം കവർ ചെയ്യും. അതിനുശേഷം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ, PYQ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോട് കൂടിയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് മുഴുവൻ മാർക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 600 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ക്രാഷ് കോഴ്സ് ആണ്. പരീക്ഷയുടെ തലേന്ന് വരെ നമ്മുടെ ക്ലാസ്സസ് വരും. റെക്കോർഡഡ് സെക്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81-299-339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, 81-299-339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. കോഴ്സ് ഫീ വെറും 600 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഈ 600 രൂപയ്ക്ക് നിങ്ങൾക്ക് GK പ്ലസ് സ്പെഷ്യൽ ടോപ്പിക്സ് പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്നീ ഒരു പാർട്ടിൽ നിന്ന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ എന്ന രീതിയിൽ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്താണ് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ്, റിവിഷൻ ഓറിയന്റഡും എക്സാം ഓറിയന്റഡും ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാവുന്ന ഒരു ക്രാഷ് കോഴ്സാണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81-299-339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ മാത്രമല്ല ക്ലാസ് എടുക്കുന്നത്, മറ്റു 2 അധ്യാപകരുടെ ക്ലാസ് എടുക്കുന്നുണ്ട് ബാക്കി സബ്ജക്റ്റുകൾക്കായിട്ട് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ വകുപ്പ് 2(1)(d) ആണ് കേട്ടോ. വകുപ്പ് 2(1)(d). വകുപ്പ് 2(1)(d) എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങളുടെ നിർവചനമാണ് വകുപ്പ് 2(1)(d) എന്ന്. വകുപ്പ് 2(1)(d) എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങളുടെ
എന്തുവാ നിർവചനമാണ്. അപ്പൊ നമുക്ക് ഞാൻ ഇത് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഒരു ചോദ്യം ചോദിക്കാം, അല്ല ഒരു കണക്ഷൻ പറയാം. അതായത് നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 മനുഷ്യാവകാശങ്ങൾക്ക് നിർവചനം നൽകുന്ന സെക്ഷൻ ഏതാണെന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ ഏതാണ്? വകുപ്പ് 2(1)D. അപ്പൊ നമ്മുടെ നിയമം എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമമല്ലേ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ D ഫോർ ഡെഫിനിഷൻ ആയിട്ട് കണക്ട് ആക്കണേ. D ഫോർ ഡെഫിനിഷൻ. അപ്പൊ എന്തിന്റെ ഡെഫിനിഷൻ ആയിരിക്കും D ഫോർ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ? മനുഷ്യാവകാശങ്ങളുടെ ഡെഫിനിഷൻ കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്യണേ. വകുപ്പ് 2(1)D. D ഫോർ ഡെഫിനിഷൻ എന്തിന്റെയാണ്? മനുഷ്യാവകാശങ്ങളുടെ. അപ്പം വകുപ്പ് 2(1)D എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യാവകാശങ്ങളുടെ ഡെഫിനിഷനാണ്. മനുഷ്യാവകാശങ്ങൾ എന്നാൽ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ളതോ അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ചേർത്തിട്ടുള്ളതോ ആയതും ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പാക്കാവുന്നതുമായ വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സമത്വവും അന്തസ്സും സംബന്ധിച്ച അവകാശങ്ങൾ എന്ന് അർത്ഥമാക്കുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പം ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 മനുഷ്യാവകാശങ്ങൾക്ക് നിർവചനം നൽകുന്ന സെക്ഷൻ ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വകുപ്പ് 2(1)D. D ഫോർ ഡെഫിനിഷൻ. മനുഷ്യാവകാശത്തിന്റെ ഡെഫിനിഷൻ കേട്ടോ. കണക്ട് ചെയ്യണേ. ഒന്നുകൂടെ പറയാം. വകുപ്പ് 2(1)D എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യാവകാശങ്ങൾ എന്നാൽ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ളതോ അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ചേർത്തിട്ടുള്ളതോ ആയതും ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പാക്കാവുന്നതുമായ വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സമത്വവും അന്തസ്സും സംബന്ധിച്ച അവകാശങ്ങൾ എന്ന് അർത്ഥമാക്കുന്നു. ക്ലിയർ ആണേ? നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ വകുപ്പ് 2(1)E എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ കോടതിയാണ് കേട്ടോ. മനുഷ്യാവകാശ കോടതി നോക്കാം. മനുഷ്യാവകാശ കോടതി എന്നാൽ 30-ാം വകുപ്പിന് കീഴിൽ നിർദ്ദേശിച്ചിട്ടുള്ള മനുഷ്യാവകാശ കോടതി എന്ന് അർത്ഥമാക്കുന്നു കേട്ടോ. അപ്പം മനുഷ്യാവകാശ കോടതി സെക്ഷൻ 30 വകുപ്പ് പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് കണക്ട് ചെയ്തോണേ. അപ്പൊ ഇതെന്താണ്? വകുപ്പ് 2(1)E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശ കോടതിയാണ് കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ മനുഷ്യാവകാശ കോടതിക്ക് നിർവചനം നൽകുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? വകുപ്പ് 2(1)E. അപ്പൊ പഠിച്ചു വെക്കണം. വകുപ്പ് 2(1)E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശ കോടതി എന്നാൽ 30-ാം വകുപ്പിന് കീഴിൽ നിർദ്ദേശിച്ചിട്ടുള്ള മനുഷ്യാവകാശ കോടതി എന്ന് അർത്ഥമാക്കുന്നു. ക്ലിയർ ആണ്? അടുത്തത് വകുപ്പ് 2(1)N കേട്ടോ. വകുപ്പ് 2(1)N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന കമ്മീഷൻ എന്നാൽ വകുപ്പ് 21 പ്രകാരം രൂപീകരിച്ച സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പം സെക്ഷൻ 2(1)N എന്താണ്? അഥവാ വകുപ്പ് 2(1)N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. വകുപ്പ് 2(1)N എന്ന് പറഞ്ഞാൽ സംസ്ഥാന കമ്മീഷന്റെ നിർവചനമാണ്. സംസ്ഥാന കമ്മീഷൻ എന്നാൽ വകുപ്പ് 21 പ്രകാരം രൂപീകരിച്ച സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ്. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത്. NHRC ആണ് കേട്ടോ. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നാണ് ഇംഗ്ലീഷ് വരുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ് കേട്ടോ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 1993 ഒക്ടോബർ 12 അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ സർവേ ഭവന്തു സുഖിനോ. അപ്പൊ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സർവേ ഭവന്തു സുഖിനാം. സർവേ ഭവന്തു സുഖിനാം. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അപ്പൊ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അതുപോലെ തന്നെ ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അതുപോലെ തന്നെ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ സർവേ ഭവന്തു സുഖിനാം. ആപ്തവാക്യം എന്താണ്? സർവേ ഭവന്തു സുഖിനാം.
ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അതുപോലെ തന്നെ ചെയർമാനായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അതുപോലെ തന്നെ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ BV. നിലവിലെ ചെയർമാൻ ആരാണ്? നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ 5 വിഭാഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര വിഭാഗങ്ങൾ ഉണ്ട് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ പറയണം, കമ്മീഷനിൽ 5 വിഭാഗങ്ങളുണ്ട്. അതായത് കമ്മീഷനിലെ 5 പ്രധാനപ്പെട്ട ഡിവിഷൻസ് ആണ്. വിഭാഗങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിവിഷൻസ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നിയമ വിഭാഗം, ലോ ഡിവിഷൻ. രണ്ടാമത്തേത് അന്വേഷണ വിഭാഗം, ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ. മൂന്നാമത്തേത് നയഗവേഷണം, പ്രൊജക്ട്സ് പ്രോഗ്രാംസ് വിഭാഗം. നാലാമത്തേത് പരിശീലന വിഭാഗം, ട്രെയിനിങ് ഡിവിഷൻ. അഞ്ചാമത്തേത് ഭരണ വിഭാഗം, അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് 5 വിഭാഗങ്ങളുണ്ട്, അഥവാ 5 ഡിവിഷൻസ് ഉണ്ട്. ഒന്നാമത്തേത് നിയമ വിഭാഗം അഥവാ ലോ ഡിവിഷൻ. രണ്ടാമത്തേത് അന്വേഷണ വിഭാഗം അഥവാ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ. പിന്നെ നയഗവേഷണം, പ്രൊജക്ട്സ് പ്രോഗ്രാംസ് വിഭാഗവും ഉണ്ട്. അതുപോലെ തന്നെ പരിശീലന വിഭാഗം, ട്രെയിനിങ് ഡിവിഷനും ഉണ്ട്. ഭരണ വിഭാഗം അഥവാ അഡ്മിനിസ്ട്രേഷൻ ഡിവിഷനും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്ര ഒന്ന് അറിഞ്ഞിരിക്കണം. കമ്മീഷനിലെ 5 വിഭാഗങ്ങളുടെ പേരൊന്ന് അറിഞ്ഞിരിക്കണം. എത്ര വിഭാഗങ്ങളുണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത പോയിന്റ്, കസ്റ്റഡി മരണങ്ങൾ നടന്നു 24 മണിക്കൂറിനുള്ളിൽ ബന്ധപ്പെട്ട ഏജൻസികൾ മനുഷ്യാവകാശ കമ്മീഷനെ വിവരം അറിയിക്കേണ്ടത് അഥവാ റിപ്പോർട്ട് നൽകേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും. നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്. അതെന്താണ്? അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്, നമ്മുടെ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ ജോലി സ്വഭാവമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ കസ്റ്റഡി മരണങ്ങൾ നടന്ന് 24 മണിക്കൂറിനുള്ളിൽ ബന്ധപ്പെട്ട ഏജൻസികൾ മനുഷ്യാവകാശ കമ്മീഷനെ റിപ്പോർട്ട് അറിയിക്കേണ്ടതാണ് അഥവാ റിപ്പോർട്ട് നൽകേണ്ടതാണ്, റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അഥവാ വിവരം അറിയിക്കേണ്ടതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണ്? ഇപ്പൊ അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം സെക്ഷൻ 3 ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3 ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. അപ്പൊ രൂപീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇനി നമ്മൾ കമ്മീഷനിലെ അംഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കമ്മീഷനിലെ അംഗങ്ങൾ അപ്പൊ നമുക്ക് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 3(2) കേട്ടോ. പഠിച്ചു വെക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 3(2). നോക്കാം, നമുക്ക് ആരൊക്കെ അംഗങ്ങൾ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞത് 1 ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളുമാണ് കേട്ടോ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 1 ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും. 1 ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളുമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലായിട്ട് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷൻ ചെയർപേഴ്സൺ കേട്ടോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ സുപ്രീം കോടതിയിലെ ചീഫ് ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അംഗങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ അംഗങ്ങൾ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജി മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരു അംഗം കേട്ടോ. സുപ്രീം കോടതിയിലെ ജഡ്ജി, അതുപോലെ ജഡ്ജി ഓർ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരംഗം അംഗങ്ങളുടെ ക്രൈറ്റീരിയയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഒരംഗം. അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രായോഗിക പരിജ്ഞാനമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. ഇതിൽ ഒരാൾ വനിതയായിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റംഗങ്ങൾ ആരൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ? മറ്റംഗങ്ങളുടെ യോഗ്യതകളാണ് പറയുന്നത്. സുപ്രീം കോടതിയിലെ ജഡ്ജി ഓർ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയ ഒരു അംഗവും, അതുപോലെ തന്നെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഓർ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഒരു അംഗവും,
അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രായോഗിക പരിജ്ഞാനമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രായോഗിക പരിജ്ഞാനമോ അത് പ്രാക്ടിക്കൽ നോളജ് ഒക്കെ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. ആ 3 അംഗങ്ങളിൽ ഒരാൾ വനിതയായിരിക്കണം കേട്ടോ. ഈ 3 അംഗങ്ങളിൽ ഒരാൾ വനിതയായിരിക്കണം കേട്ടോ, ഫീമെയിൽ ആയിരിക്കണം കേട്ടോ, വനിതയായിരിക്കണേ. അപ്പൊ ഇത്രയുമാണ് അംഗങ്ങളായിട്ട് വരുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഇനി നമ്മൾ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, OBC കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ചീഫ് കമ്മീഷണർ. അപ്പൊ ഇത്രയും പേരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത്. ഒന്നുകൂടെ പറയാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്ന ആരൊക്കെയാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ചീഫ് കമ്മീഷണർ. ക്ലിയർ ആണ്? ഇനി നമ്മൾ 2019 ഭേദഗതിയിലൂടെ അംഗങ്ങളുടെ എണ്ണത്തിലും യോഗ്യതയിലും മാറ്റങ്ങൾ വരുത്തി. എന്താണ് ആ മാറ്റങ്ങൾ നോക്കാം. 1993 മനുഷ്യാവകാശ നിയമപ്രകാരം കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ആകുന്ന വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ച ഒരാളായിരിക്കണം കേട്ടോ. ഭേദഗതി നിയമപ്രകാരമാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ആകുന്ന വ്യക്തി, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്ന വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ച ഒരാളായിരിക്കണം. അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആകുന്ന വ്യക്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ച ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ 2 വ്യക്തികൾ അംഗങ്ങളായിരിക്കണം കേട്ടോ. അപ്പൊ അന്ന് പഠിച്ചു നോക്കണേ. ഭേദഗതി പ്രകാരമാണ് എന്താണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്ന വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ച ആളായിരിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആകുന്ന വ്യക്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ച ആളായിരിക്കണം. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ 2 വ്യക്തികൾ അംഗങ്ങളായിരിക്കണം കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊസൺ ഓഫീസറിന്റെ ക്രാഷ് കോഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. കോഴ്സ് ഫീ വെറും 600 രൂപയാണ്. ബാച്ച് ഫെബ്രുവരി 15-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ GK പാർട്ടിലെ ഹോട്ട് ടോപ്പിക്സ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ്, കറണ്ട് അഫയേഴ്സ്, നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്ന രീതിയിൽ ഒരു ക്രാഷ് കോഴ്സിൽ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നല്ല സ്കോർ ഇതിലൂടെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. GK പാർട്ട് പ്ലസ് സ്പെഷ്യൽ ടോപ്പിക്സ്, കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ്, PDF നോട്ട്സ് ആണ്, SCRT ബേസ്ഡ് ക്ലാസ്സസ് ആണ്. പിന്നെ PYQ ഡിസ്കഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബാച്ചിൽ. എക്സാം ഓറിയന്റഡ്, റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. വെറും 600 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. 2 മാസത്തെ കാലാവധി ഉള്ള പരീക്ഷയ്ക്ക്. അപ്പോൾ നമുക്ക് 15-ാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് പോവുകയാണ്. ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് സെക്ഷൻ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് മാക്സിമം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സും പുതിയൊരു സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും അപ്ഡേറ്റ്സുകളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്.